ഈ വിമാനം 6 മാസങ്ങൾക്ക് മുമ്പ് ചില സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന വാർത്ത കൂടി ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അച്യുതൻ, മറ്റെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരമെന്നുള്ളത് ഈ വിമാനം സാങ്കേതിക തകരാർ നേരിട്ടിരുന്നു എന്ന വിവരമാണ്. കാരണം ഈ വിമാനത്താവളത്തിന്റെ പരിസരത്ത് ഒരു തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയോ ഉണ്ടായിരുന്നില്ല എന്ന വിവരം ഈ അപകടത്തിന് പിന്നാലെ തന്നെ പുറത്തു വന്നിരുന്നു. അതായത് അതിശക്തമായി വീശുന്ന കാറ്റോ അല്ലെങ്കിൽ ദൃശ്യപരിധി കുറയ്ക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മൂടൽമഞ്ഞോ അല്ലെങ്കിൽ അത്തരം പ്രതികൂല സാഹചര്യമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഈ വിമാനം റൺവേയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നു. പക്ഷേ കൈവരിക്കേണ്ട ഉയരം വിമാനത്തിന് കൈവരിക്കാൻ കഴിയുന്നില്ല. സാധാരണഗതിയിൽ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന വിമാനങ്ങൾ അത് ഉയരം കൈവരിച്ചുകൊണ്ടായിരിക്കും. അത് ചെറിയ വിമാനങ്ങൾ ഒഴികെ വലിയ വിമാനങ്ങളെല്ലാം, യാത്രാ വിമാനങ്ങൾ എല്ലാം തന്നെ 30,000 അടി ഉയരത്തിലേക്ക് കൈവരിച്ചുകൊണ്ടാണ് വിമാനങ്ങൾ പറക്കുക. എന്തായാലും ആ ഒരു ഉയരത്തിലേക്ക് കൈവരിക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് 625 അടി ഉയരത്തിൽ മാത്രമാണ് ഈ വിമാനത്തിന് കൈവരിക്കാനായി കഴിഞ്ഞത്. അവിടെ വെച്ച് തന്നെ ATCക്ക് ചില അപായ സൂചനകൾ വിമാനം കൈമാറുന്നു. പക്ഷേ ATC ഇതിൽ മറുപടി തേടുന്ന ആ സമയത്ത് തന്നെ വിമാനം നിലം പതിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇതിലൊരു സാങ്കേതിക തകരാറാണ് ഈ അപകട കാരണം എന്ന ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എഞ്ചിൻ തകരാർ ഉണ്ടായി എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം, അത് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്ത് പരിശോധിച്ച ശേഷം മാത്രമേ ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ആ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുമ്പോൾ വിമാനം സഞ്ചരിച്ച വേഗത, അത് കൈവരിച്ച ഉയരം, ഒപ്പം ഈ എഞ്ചിൻ ത്രസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അവസാനമായി കോക്പിറ്റിൽ നിന്ന് ATCക്ക് പോയ സന്ദേശം, ആശയവിനിമയം എന്താണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ ബ്ലാക്ക് ബോക്സിലൂടെ ശേഖരിക്കാൻ കഴിയുക. ആ വിവരം ശേഖരിച്ചാൽ മാത്രമേ വിമാനത്തിന് എന്താണ് ഉണ്ടായത് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിന്റെ നടപടികൾ ആരംഭിച്ചതായാണ് ലഭിക്കുന്നത്. ഇതിൽ സിവിൽ എപ്പോഴായിരിക്കും അതിന്റെ പരിശോധന ഉണ്ടാകുക? എങ്ങനെയാണ് അതിൽ നിന്നുള്ള വിവരങ്ങൾ തമ്മിൽ ലഭിക്കുക? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയോ? SKN ആ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതായത് ഈ വിമാന അപകടങ്ങൾ ഉണ്ടായാൽ അത് അന്വേഷിക്കുന്ന വിഭാഗങ്ങളെ സിവിൽ ഏവിയേഷൻ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. അവർ ഈ അപകട സ്ഥലം സന്ദർശിച്ചുകൊണ്ടായിരിക്കും ഈ നടപടികളിലേക്ക് കടക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന രേഖകൾ എന്നുള്ളത് ഈ വിമാനത്തിന്റെ വേഗത, ആ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് തൊട്ട് മുൻപിലത്തെ നിമിഷം വരെ കൈവരിച്ച വേഗത, ഉയരം, എഞ്ചിൻ ത്രസ്റ്റ്, അതായത് എഞ്ചിൻ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടായിരുന്നോ എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ, കോക്പിറ്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആശയവിനിമയങ്ങൾ, അതായത് വിമാനവുമായി സംബന്ധിച്ച് ATCയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതിലൂടെ വ്യക്തമാകും. സാധാരണ എല്ലാ വിമാന അപകടങ്ങളിലും പരിശോധിക്കുന്ന ഒന്നാണ് ഈ ബ്ലാക്ക് ബോക്സ്. അതിലൂടെയാണ് ഈ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. എന്തായാലും അത്തരം നടപടികളിലേക്ക് കൂടി ഇപ്പോൾ കടന്നിരിക്കുകയാണ് SKN.